നമസ്കാരം. മുണ്ടുനീര് അഥവാ മംസ് ഏത് പ്രായക്കാരെയും ബാധിക്കാവുന്ന രോഗമാണ്. എന്നാൽ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മാർച്ചിൽ കേരളത്തിൽ കേസുകൾ വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പാരാമിക്സോ വൈറസ് മൂലമാണ് ഇതുണ്ടാവുന്നത്. പൊതുവെ കോംപ്ലിക്കേഷൻസ് കുറവാണെങ്കിലും ചില കേസുകളിൽ ഗുരുതരമായേക്കാം. 2 മുതൽ 4 ആഴ്ച വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. ശേഷം ലക്ഷണങ്ങൾ പ്രകടമാകും. ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പനി, തലവേദന, മുഖത്ത് വീക്കം, ചെവിവേദന, ശരീരവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ ഒക്കെയാണ്. രോഗം ബാധിച്ച് 2 ആഴ്ചകൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ഉമിനീർ ഗ്രന്ഥികൾ വീർക്കും. അതായത് പരോട്ടിഡ് ഗ്ലാൻഡാണ് മെയിനായിട്ട് അഫക്റ്റഡ് ആവുന്നത്. പകരുന്ന രീതി നോക്കുവാണെങ്കിൽ രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ അല്ല അവരുടെ ശ്വാസത്തിലൂടെ പുറത്തു വരുന്ന ഉമിനീരിലൂടെ ഒക്കെ പകരാം. അതായത് ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. ഭേദമാകാൻ ഒരു 2 ആഴ്ച സമയമെടുക്കാം. ചികിത്സ നോക്കുകയാണെങ്കിൽ നിലവേമ്പ് കുടിനീർ പോലെയുള്ള ആൻറ്റി വൈറൽ മരുന്നുകളും പനിക്കായിട്ട് ബ്രഹ്മാനന്ദ ഭൈരവം, ശിവനാറാമൃതം, ലിംഗചന്തൂരം തുടങ്ങിയ മരുന്നുകൾ നൽകാം. കൂടാതെ തുളസിയില, കൂവളത്തില, മുരിങ്ങയില, മല്ലി, മുയൽച്ചെവിയൻ, കുരുമുളക്, കരിനൊച്ചിയില ഇവയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാം. കൂടാതെ നീർക്കോവ ടാബ്ലറ്റ് ഇഞ്ചിനീര് ചാലിച്ച് പുറമേ വരട്ടാം. ഇത് പ്രതിരോധം നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് MMR വാക്സിൻ എടുക്കുക, അസുഖമുള്ളപ്പോൾ യാത്ര ചെയ്യാതിരിക്കുക, കൈകൾ സോപ്പല്ല സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക, മാസ്ക് ധരിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ രോഗം പ്രതിരോധിക്കാൻ സാധിക്കും.